സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറക്കാൻ സാധ്യതയുണ്ട്. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിലെ 2 സ്ലൂയിസ് വാൽവുകളും ഇന്ന് തുറന്നു. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നും കൂടി വിവരങ്ങൾ ലഭിക്കുന്നു. നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും, തൃശ്ശൂരിൽ നിന്ന് വിഷ്ണു സുരേഷും ചേരുകയാണ്. ആദ്യം നമുക്ക് സലീം മാലിക്കിലേക്ക്. സലീം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ചിങ്ങമാസം, ചിങ്ങപ്പുലരിയാണ്. ഈ ചിങ്ങമൊന്നിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ. എൻ്റെ അഡ്രസ്സിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു ചായ രാവിലെ എന്നെ വാങ്ങിച്ച് കുടിച്ചിട്ട് കാശും കൊടുത്തേക്കണം. പറയൂ സലീം മാലിക്. ഗുഡ് മോർണിംഗ്. ചിങ്ങപ്പുലരിയിൽ കേരളത്തിലൊരു മഴ അന്തരീക്ഷമാകും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട മഴയ്ക്കുമുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഈ വാർത്തയ്ക്കായി നിൽക്കുമ്പോൾ ഏറ്റവും ഒരല്പസമയം മുൻപ് മാത്രം കൃത്യം 7 മണിക്ക് വന്ന അടുത്ത 3 മണിക്കൂറിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ഈ അന്തരീക്ഷാവസ്ഥ വന്നിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ. അതിൽ പറയുന്നത് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കുമുള്ള സാധ്യത ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. നിലവിൽ ഈ ഛത്തീസ്ഗഡിന് മുകളിലായി, തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ ചക്രവാത ചുഴിയായി മാറും. അതുവരെയും ഈ മഴ തുടരും എന്നുള്ളതാണ്, ശക്തിയായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലായിരിക്കും മഴ ശക്തി പ്രാപിക്കുക. എറണാകുളം മുതലുള്ള മുഴുവൻ ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകും. ഏറ്റവും കൂടുതൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും, എറണാകുളം മുതൽ ബാക്കി ഇങ്ങോട്ടുള്ള മുഴുവൻ ജില്ലകളിലും വടക്കോട്ടുള്ള മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അടുത്ത 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കോ ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്കോ ഉള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. അതിൽ തന്നെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാകും അതിശക്തമായ മഴ അടുത്ത 3 ദിവസത്തേക്ക് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. 19-ാം തീയതിയോടുകൂടി മഴയുടെ ശക്തി കുറയും. പക്ഷേ 20-ാം തീയതിയും മഴയുണ്ടാകും. അതിനുശേഷം മഴ കുറയും, പൂർണ്ണമായും മാറും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഓക്കെ, താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.